പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ സഹലവി ഇക്കാര്യം സൂചിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളിലെ ആരോഗ്യ സേവനങ്ങൾക്ക് 15 മുതൽ 20% വരെ നിരക്ക് വർധന നടപ്പിലാക്കിക്കൊണ്ടുള്ള ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ ജീവനക്കാരായ വിദേശികൾക്ക് മാത്രമായി സേവനങ്ങൾ പരിമിതപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെയും ഗാർഹിക മേഖലയിലെയും ജോലിക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുടെ സഹായത്തോടെ പ്രത്യേക ആശുപത്രികളിലേക്ക് മാറ്റും. പ്രത്യേക ഇൻഷുറൻസ് ആശുപത്രികളുടെ നിർമ്മാണം പൂർത്തിയായാലാണ് ഇക്കാര്യം നടപ്പിലാക്കുക. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 700 കിടക്കകൾ വീതമുള്ള 3 ആശുപത്രികളാണ് പരിഗണനയിലുള്ളത്. വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസിനായി ഷെയർ ഹോൾഡിംഗ് കമ്പനിക്ക് കീഴിൽ പ്രത്യേക വിഭാഗം പ്രവർത്തിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ നിർവഹിക്കുക ഈ സ്ഥാപനമായിരിക്കും. സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഈ വർഷം അവസാനം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമെന്നും ഖാലിദ് അൽ സഹലവി പറഞ്ഞു. അതേസമയം സന്ദർശകരുടെ ഇൻഷുറൻസ് പ്രീമിയം എത്രയായിരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മീഡിയ 1 കുവൈറ്റ് സിറ്റി.